ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്ന് വിശുദ്ധ ശനി. ദുഃഖ വെള്ളിയാഴ്ചയുടെ ദുഃഖത്തിനും ഈസ്റ്റർ ഞായറാഴ്ചയുടെ സന്തോഷത്തിനുമിടയിൽ വിശുദ്ധ ശനിയാഴ്ച ഈ വിശുദ്ധ വാരത്തിൽ ഒരു സവിശേഷ സ്ഥാനം വഹിക്കുന്നുണ്ട്. നിശബ്ദത, പ്രതിഫലനം, കാത്തിരിപ്പ് എന്നിവയാൽ അടയാളപ്പെടുത്തിയ ഒരു ദിവസമാണിത്. വിശുദ്ധ വാരത്തിലെ മറ്റ് ദിവസങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വിശുദ്ധ ശനിയാഴ്ചയ്ക്ക് അതിൻ്റെതായ ഒരു ആരാധനയോ പ്രാധാന്യമോ ഒന്നും ഇല്ലെങ്കിൽ പോലും എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ പ്രതീക്ഷകളോടുകൂടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണിത്. ഈ ദിവസം ക്രിസ്തീയ വിശ്വാസത്തിന് ആഴത്തിൽ പ്രാധാന്യമുള്ള ഒരു ദ്വിത്വ സ്വഭാവം വഹിക്കുന്നുണ്ട്. ഡ്യുവൽ ക്യാരക്ടർ. വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു വിലാപ ദിനമാണ്. ദുഃഖ വെള്ളിയാഴ്ചയിലെ സംഭവങ്ങൾ വിശ്വാസികളുടെ ഹൃദയത്തിനും മനസ്സിനും തങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ യാഥാർത്ഥ്യം ആഴത്തിൽ അനുഭവപ്പെടുന്നു. എന്നിരുന്നാലും അതേസമയം വിശുദ്ധ ശനിയാഴ്ച പ്രതീക്ഷയുടെ ഒരു ദിവസമാണ്. ഇത് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ വാഗ്ദാനത്തെ പ്രതിനിധീകരിക്കുന്നു. വെളിച്ചം ഇരുട്ടിൽ നിന്നും ജീവൻ മരണത്തിൽ നിന്നും ഉയർന്നു വരുന്നു എന്ന ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലാണ്. വിശുദ്ധ ശനിയാഴ്ചയുടെ വൈകാരിക ഭൂപ്രകൃതി സങ്കീർണവും സമ്പന്നവുമാണ്. അഗാധമായ നിശബ്ദത, രക്ഷകന്റെ നഷ്ടത്തെക്കുറിച്ചുള്ള തീവ്രമായ ദുഃഖം എന്നിവയാൽ സവിശേഷമായ ഒരു ദിവസമാണ്. എങ്കിലും ഈ ദുഃഖത്തിന് താഴെ വളർന്നു വരുന്ന ഒരു പ്രത്യാശയുണ്ട്. ഈ പ്രത്യാശ ഉച്ചത്തിലുള്ളതോ വിജയകരമോ അല്ല, മറിച്ച് വരാനിരിക്കുന്ന പ്രഭാതത്തെക്കുറിച്ച് വിശ്വസ്തർക്ക് ഉറപ്പു നൽകുന്ന, വിശുദ്ധ ശനിയാഴ്ചയുടെ ഹൃദയം മനസ്സിലാക്കുവാൻ വരാനിരിക്കുന്ന പ്രഭാതത്തെ സൂചിപ്പിക്കുന്ന ഒരു ദൂരെയുള്ള വെളിച്ചം മാത്രമാണ്. ഇരുട്ടിൽ നിൽക്കുന്ന അനുഭവമായി ഒരാൾക്ക് സങ്കല്പിക്കാം. ഈ രൂപകം ആദ്യ വിശുദ്ധ ശനിയാഴ്ചയിലെ ശിഷ്യന്മാരുടെ അനുഭവത്തിന്റെ സാരാംശം ഉൾക്കൊള്ളുന്നു. പ്രതീക്ഷയുടെ വാഗ്ദാനത്താൽ ശീതീകരിച്ച ഒരു വലിയ ദുഃഖം. അവരും തങ്ങളുടെ ദുഃഖത്തിനപ്പുറമുള്ള എന്തെങ്കിലും വാഗ്ദത്തം ചെയ്ത അവന്റെ വാക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ നാഥന്റെ നഷ്ടവുമായി ഇണങ്ങി ധാരണയുടെ സായാഹ്നത്തിൽ നിൽക്കുകയാണ്. നിരാശയ്ക്കും പ്രതീക്ഷയ്ക്കും ഇടയിലുള്ള ഈ ഇടത്തിലേക്ക് പ്രവേശിക്കുവാനും നഷ്ടത്തിന്റെ യാഥാർത്ഥ്യത്തോടൊപ്പം ഇരിക്കുവാനും ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്തോഷം പ്രതീക്ഷിക്കാനും വിശുദ്ധ ശനിയാഴ്ച വിശ്വാസികളെ ക്ഷണിക്കുന്നുണ്ട്. ക്ഷമയും വിശ്വാസവും ഇരുണ്ട സമയത്തും വെളിച്ചം ചക്രവാളത്തിൽ മാത്രമാണെന്ന അഗാധമായ സത്യവും പഠിപ്പിക്കുന്ന ഒരു ദിനമാണിത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.